ഓക്കെ ഗേസ്, ഇവിടെ ഞാനേ ജാക്കിന്റെ വീട്ടിൽ വന്നേക്കാ. കുറെ ദിവസമായി ജാക്കിന്റെ വീട്ടിൽ വന്നിട്ട്. അല്ല, ഇതെന്തത്? ജാക്ക് പുതിയ കാറൊക്കെ മേടിച്ചാ? ഈ കാർ ഇവിടെ മുന്നേ ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നണതേ ജാക്ക് പുതിയ കാറ് മേടിച്ചു എന്നാ. ഇത് ഏതാ കാറ്? ഇത് ഫെരാറിയുടെ കാറാന്ന് തോന്നുന്നുണ്ട്. അത് ഫെരാറിയുടെ കാറാ. അതെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ കാറൊന്ന് ഓടിച്ചു നോക്കാം. ഇതുണ്ടില്ലേ, ഈ കാറിനെ ഭയങ്കര സ്പീഡാ. ഓടിക്കാനായിട്ട് നല്ല രസമുണ്ട്. അയ്യോ, ഇതിപ്പോ എന്തായേ? ഈ വണ്ടി ഇടിച്ചൂലോ. ഗൈസ്, അതെ, ഇവിടെ ഞാനേ എന്തോ ഒരു സൗണ്ട് കേട്ടു. ഒരു മിനിറ്റ്, ഇതെന്തത്? എൻ്റെ വണ്ടിന്ന് പുക വരുന്നുണ്ടല്ലോ. ഇതാരാ എൻ്റെ വണ്ടി കൊണ്ട് ഇടിച്ചേ? എടാ ഷിൻചാനെ, നീയാണോ? നീ എപ്പോഴാ ഇങ്ങോട്ടേക്ക് വന്നേ? നീ എൻ്റെ വണ്ടി കൊണ്ട് ഇടിച്ചാ? എടാ, നീ ഒരു പണി കാണിച്ചേ. എൻ്റെ വണ്ടിയിൽ ഇപ്പോൾ ആകെ പുക വരാണല്ലോ. എടാ, നിനക്കറിയോ ഈ കാറ് എത്ര എക്സ്പെൻസീവ് ആണ്? ജാക്കണ്ണ, സോറി അണ്ണ, അറിയാണ്ട് ഒരു അബദ്ധം പറ്റിപ്പോയി. സോറിയാ? എന്നിട്ട് സോറി? നിന്നോട് ആരാ ഈ വണ്ടി എടുത്ത് ഓടിക്കാൻ പറഞ്ഞേ? ഈ വണ്ടിയുടെ എഞ്ചിന്നാണെങ്കിൽ പുക വരിക, അതിന്റെ എഞ്ചിൻ കേടായിണ്ടാവും. ഈ വണ്ടി ഇനി ഒന്നിനും കൊള്ളില്ല. എടാ ഷിൻചാനെ, എന്നാലും എന്നിട്ട് പണി കാണിച്ചേ? എൻ്റെ വണ്ടി നാശമായില്ലോ, ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. എടാ ഷിൻചാനെ, എൻ്റെ കൺമുമ്പിൽ നിന്ന് പൊക്കോ, എനിക്കിനി നിന്നെ കാണണ്ട. അയ് ശരി, അങ്ങനെയാണല്ലേ. എന്നാ പിന്നെ ഓക്കെ, ഞാനപ്പോ ഈ വീട്ടിൽ നിന്ന് പോവാ. ഇനി മേലെ ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരില്ല. ജാക്കണ്ണ, എന്നാ പിന്നെ ശരിയപ്പോ. ഗൈസ്, അതെ, ജാക്ക് എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിട്ടാ. ഇനിയിപ്പോ അവിടെ നിൽക്കണില്ല, നമുക്കേ ഈ സിറ്റി വിട്ട് പോവാം. ഇവിടെ പിന്നെ ഒരു ട്രക്ക് ഉണ്ട്. തൽക്കാലം ഈ ട്രക്ക് ഇടിച്ചു മാറ്റാം, എന്നിട്ട് വേറെ എങ്ങോട്ടെങ്കിലും പോവാം. ഇനിയിപ്പോ ഈ സിറ്റിയിൽ നിൽക്കണ്ട. ഗൈസ്, അതെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ജാക്കിന് വേറെ ഒരു കാറ് ഗിഫ്റ്റായിട്ട് കൊടുക്കാം. ജാക്കിന്റെ കാറ് പോയ കാരണല്ലേ എന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കിയേ. ഇനിയിപ്പോ ജാക്കിന് പുതിയ കാറ് മേടിച്ചാലേ ചിലപ്പോ ജാക്കിന് എന്നോട് വീണ്ടും ഇഷ്ടാവും. ജാക്കിന് എന്നോടുള്ള ദേഷ്യമൊക്കെ പോവേ. നമുക്കപ്പോ ജാക്കിന് ഒരു സൂപ്പർ കാറ് വാങ്ങിച്ചു കൊടുക്കാം. ഇവിടെ പിന്നെ ഒരു ഷോറൂം ഉണ്ട്, നമുക്ക് ആ ഷോറൂമിൽ പോവാം. അവിടെ പിന്നെ ഇഷ്ടം പോലെ സൂപ്പർ കാർ കിട്ടേ. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ഷോറൂം. ഹലോ ചേട്ടാ, അതെ, എനിക്കൊരു സൂപ്പർ കാർ വേണം. സൂപ്പർ കാറാ? മോനെ, ഈ സൂപ്പർ കാറൊക്കെ ഭയങ്കര എക്സ്പെൻസീവാ. 1 കോടി രൂപയെങ്കിലും വേണം. 1 കോടിയാ? എൻ്റെ കയ്യിലിപ്പോ 1 കോടി ഇല്ല ചേട്ടാ. അതെ, ഒരു കാര്യം ചെയ്, എൻ്റെ കയ്യിലേ ഈ ഒരു ട്രക്ക് ഉണ്ട്. ഈ ട്രക്കിന് പിന്നെ 2 കോടി ഉണ്ട്. ചേട്ടൻ തൽക്കാലം ആ ട്രക്ക് എടുത്തോ, എന്നിട്ട് എനിക്ക് ഒരു സൂപ്പർ കാർ തന്നേക്ക്. ആണോ? എന്നാ ശരി, ഞാൻ ആ ട്രക്ക് എടുത്തോളാം. നീ എപ്പോ ഒരു സൂപ്പർ കാർ മേടിച്ചോ? അവിടെ നിന്ന് നല്ലത് നോക്കി സെലക്ട് ചെയ്തോ. ഓക്കെ ചേട്ടാ. ഗൈസ്, അതെ, നമുക്കൊരു സൂപ്പർ കാർ സെലക്ട് ചെയ്യാം. ഇവിടെ ഏതൊക്കെ കാറുള്ളേ? ഇവിടെ പോർഷെ ഉണ്ട്, GTR ഉണ്ട്, ഫെറാറി ഉണ്ട്. ഈ ലംബോർഗിനി കുഴപ്പമില്ല ചേട്ടാ. നമുക്കപ്പോ ഈ കാണുന്ന ലംബോർഗിനി പർച്ചേസ് ചെയ്യാം. ലംബോർഗിനി പിന്നെ നൈസ് കാറാണ്. നമ്മളങ്ങനെ അത് പർച്ചേസ് ചെയ്തു. ഇനി അതിന്റെ ഡെലിവറി എടുക്കാം. ഡെലിവറി പിന്നെ ഷോറൂമിന്റെ ബാക്കിലാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ബ്രാൻഡ് ന്യൂ ലംബോർഗിനി. മഞ്ഞ കളറിലാ കിട്ടിയേ. മഞ്ഞ കളർ കുഴപ്പമില്ല, കാണാൻ നൈസായിണ്ടേ. ഞാൻ പിന്നെ ഈ വണ്ടിയില്ലേ അത് മോഡിഫൈ ചെയ്യണില്ല. മോഡിഫൈ ചെയ്യാൻ ടൈമില്ലേ. നമുക്ക് ഈ കാറില്ലേ അത് ജാക്കിന് ഗിഫ്റ്റായിട്ട് കൊടുക്കാം. ജാക്കിന് സന്തോഷാവൂന്ന് വിചാരിക്കണു. ഓക്കെ, നമ്മളങ്ങനെ ജാക്കിന്റെ വീട്ടിൽ വന്നേക്കാ. ജാക്കണ്ണ, ഇങ്ങോട്ടേക്ക് വന്നേ. ഞാൻ അണ്ണനെ ഒരു സാധനം കൊണ്ടുവന്നുണ്ട്. എടാ ഷിൻചാനെ, നീ വീണ്ടും വന്നാ? അല്ല, ഇതെന്തത്? ഇതൊരു ലംബോർഗിനി അല്ലേ? എടാ ഷിൻചാനെ, നീ ഇത് എവിടെ നിന്ന് അടിച്ചു മാറ്റിയേ? ജാക്കണ്ണ, ഇത് ഞാൻ അടിച്ചു മാറ്റിയതല്ല, ഇത് ഞാൻ പർച്ചേസ് ചെയ്ത വണ്ടിയാ. അതും അണ്ണന് വേണ്ടിയിട്ട്. എനിക്ക് നേരത്തെ ഒരു അബദ്ധം പറ്റി പോയതാ, അതുകൊണ്ടാ അണ്ണന്റെ വണ്ടി ആക്സിഡന്റ് ആയേ. അണ്ണൻ തൽക്കാലം ഒരു കാര്യം ചെയ്, ഈ കാണുന്ന ലംബോർഗിനില്ലേ അത് സ്വന്താക്കിക്കോ. ശരിക്കും ഈ ലംബോർഗിനി എനിക്കാണോ? എടാ ഷിൻചാനെ, എന്നാലും ഇതെങ്ങനെ? അതെ, നേരത്തെ എനിക്ക് ദേഷ്യം വന്നു, അതുകൊണ്ടാ അങ്ങനൊക്കെ റിയാക്ട് ചെയ്തേ. നീ ഇത്രയ്ക്കും സീരിയസ് ആയ? എടാ ഷിൻചാനെ, എന്നാലും താങ്ക് യു, എനിക്ക് നല്ലൊരു കാറ് കിട്ടി. എടാ ഷിൻചാനെ, അതെ, ഞാൻ പോയിട്ടേ ഈ വണ്ടി ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് വരാം. ഈ വണ്ടി കാണാൻ നൈസായിണ്ട്, എന്നാലും എനിക്ക് മോഡിഫൈ ചെയ്യണം.
മോഡിഫൈ ചെയ്തില്ലെങ്കിൽ ശരിയാവില്ലേ? ഇവിടെ പിന്നെ അടുത്ത് ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. അത് പിന്നെ ബെന്നിയുടെ വർക്ക്ഷോപ്പാ. നമുക്കപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. ഗൈസ്, അതിനു മുൻപേ ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കും സബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കപ്പോൾ വർക്ക്ഷോപ്പിൽ പോവാം. ഓക്കെ, നമ്മളങ്ങനെ വർക്ക്ഷോപ്പിൽ വന്നേക്കാ. ഇനി നമുക്ക് ഈ വണ്ടി പെടായിട്ട് മോഡിഫൈ ചെയ്യാം. ഇതിലപ്പോൾ എന്തൊക്കെ ചെയ്യണ്ടേ? വണ്ടിയുടെ കളർ മാറ്റണ? കളർ മാറ്റണ്ട, മഞ്ഞ കിടന്നോട്ടെ. മഞ്ഞ കളറിൽ കാണാൻ നൈസായിണ്ടേ. ഗ്ലാസ് നമുക്ക് ടിൻ്റ് അടിക്കാം. പിന്നെ വണ്ടിയുടെ അലോയ്സ് മാറ്റാം. അലോയ്സിന് ഏത് കളർ കൊടുക്കുക? ബ്ലാക്ക് മതിയാ? ബ്ലാക്ക് വേണ്ട, വേറെ വല്ല കളർ കൊടുക്കാം. ചുവപ്പ് കുഴപ്പമില്ല. ഇതിൻ്റെ സൈസ് കൂട്ടണ? സൈസും കൂട്ടണ്ട, കാണാൻ ബോറാവേ. ഈ സൈസ് മതി. ഇതിൽ പിന്നെ നൈട്രോ ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ സ്മോക്ക് കളർ ഓറഞ്ച് കൊടുക്കാം. തൽക്കാലം ഇത്രയൊക്കെ മതി. നമ്മളങ്ങനെ ഈ വണ്ടിയിലേ അത് പെടായിട്ട് മോഡിഫൈ ചെയ്തു. ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഒരു മിനിറ്റ്, എന്നെ ആരും വിളിക്കണ്ടല്ലോ. ഷിൻചാനാണോ വിളിക്കണേ? ഷിൻചാനല്ല, എന്നെ പോലീസ് വിളിക്കണേ. ഹലോ സാറേ, എന്താ വിളിച്ചേ? എന്താ കാര്യം? എടാ ജാക്കേ, നിന്റെ ആ ചെക്കനില്ലേ ആ ഷിൻചാൻ, അവന് നമ്മൾ നൈസായിട്ട് അറസ്റ്റ് ചെയ്തു. തൽക്കാലം സ്റ്റേഷനിലേക്ക് പോരെ, ഇല്ലെങ്കിൽ ഷിൻചാനെ ഞാൻ വെടിച്ച് കൊല്ലും. ഉള്ള കാര്യം പറയാം. അയ്യോ സാറേ, അങ്ങനെയൊന്നും ചെയ്യല്ലേ. ഷിൻചാനെ വെറുതോട്ടേക്ക്. നിക്ക്, ഞാൻ ദേ വരുന്നു. ഗൈസ്, അതെ, നൈസായിട്ട് പണി പൊളിട്ടാ. നമ്മുടെ ഷിൻചാനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്തിനാ അറസ്റ്റ് ചെയ്തതെന്ന് എനിക്കറിയില്ല. എന്നിട്ടായാലും ഒരു കാര്യം ചെയ്യാം, നമുക്കേ പോലീസ് സ്റ്റേഷനിൽ പോവാം. എന്നിട്ട് പോയിട്ട് ഷിൻചാനെ രക്ഷിക്കാം. ഓക്കെ, നമ്മളങ്ങനെ സ്റ്റേഷനിൽ വന്നേക്കാ. ഈ കാർ നമുക്ക് തൽക്കാലം ഇവിടെ പാർക്ക് ചെയ്യാം. എന്നിട്ട് സാറുമാരോട് സംസാരിക്കാം. ഷിൻചാനെ എന്തിനാണോ അറസ്റ്റ് ചെയ്തത്? നമ്മുടെ ഷിൻചാൻ പിന്നെ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ജാക്കണ്ണ, അതെ, എന്നെ രക്ഷിക്ക്. ഞാനിവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ പോലീസുകാര് എന്നെ വെറുതെ ആവശ്യമില്ലാണ്ട് അറസ്റ്റ് ചെയ്തേ. ആടെ ഷിൻചാനെ, അതെനിക്ക് മനസ്സിലായി. ഞാനപ്പോൾ സാറിനോട് സംസാരിക്കാം. സാറേ, എന്തൊരു പണി കാണിച്ചേ? എന്തിനാ ഷിൻചാനെ അറസ്റ്റ് ചെയ്തേ? അന്നെ വെറുതോട്ടേക്ക്, അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. അതിപ്പോൾ നമുക്കറിയാം ഷിൻചാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലാന്ന്. എടാ ജാക്കേ, ഒരു കാര്യം ചെയ്യ്, നിന്റെ പുതിയ ലംബോർഗിനില്ലേ അത് എനിക്ക് തന്നേക്ക്. അങ്ങനെയാണെങ്കിൽ ഷിൻചാനെ വെറുതെ വിടാം. ശരി, അങ്ങനെയാണോ? നമ്മുടെ ലംബോർഗിനി തട്ടിപ്പറിക്കാൻ നോക്കാണല്ലേ? അതെ, നിങ്ങൾ ഞാൻ വെറുതെ വിടില്ല, എല്ലാത്തിനും തീർത്തളയും. എൻ്റെ കയ്യിൽ പിന്നെ RPG ഉണ്ട്, നമുക്ക് ഇതെടുത്ത് ഫയർ ചെയ്യാം. എന്നാ പിടിച്ചോ, ദേ കിടക്കണോ അവിടെ. നമ്മുടെ ലംബോർഗിനി തട്ടിപ്പറിക്കാൻ നോക്കുക. ആ കാറാണെങ്കിൽ ഷിൻചാൻ കഷ്ടപ്പെട്ട് വാങ്ങിയ വണ്ടിയാ. അതങ്ങനെ പോലീസുകാർക്ക് വിട്ടുകൊടുക്കില്ല. ഒരൊറ്റണത്തിനും വെറുതെ വിടില്ല. ചാവടങ്ങോട്ട്, ചാവ്. ഓക്കെ, ഇവിടെ ഞാനേ പോലീസുകാരെ തീർത്തളഞ്ഞു. ഒരാളിനെയും ബാക്കി വെച്ചില്ല. ഇനിയിപ്പോൾ നമുക്ക് ഷിൻചാനെ രക്ഷിക്കാം. എടാ ഷിൻചാനെ, വായോ, നമുക്കിനി ഇവിടെ നിന്ന് പോവാം. ഇനിയിപ്പോൾ അവിടെ നിൽക്കണ്ട. ഫ്രാങ്ക്ലൈനാ, എന്നിട്ടായാലും ഒരു കാര്യം പറയാം. ഞാനിവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പോലീസുകാര് വെറുതെയാണ് എന്നെ അറസ്റ്റ് ചെയ്തേ. ആടെ ഷിൻചാനെ, അതെനിക്ക് മനസ്സിലായി. നിന്നെ എങ്ങനെ പോലീസിനെ വിട്ടുകൊടുക്കില്ല, അത് ഞാൻ സമ്മതിക്കില്ല. എന്തെങ്കിലും ആവട്ടെ. ഗൈസ്, അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.